പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്കായി യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 21 അധ്യായം അതിന്റെ 2 വാക്യം. നീ ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് അപേക്ഷിക്കണമേ. ഇത് ഈ വചനഭാഗത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു രംഗമാണ്. ഇന്നലെ വരെ യെരമ്യാ പ്രവാചകനെ ഇവർക്ക് കണ്ണെടുത്താൽ കാണാൻ പോലും കഴിയില്ലായിരുന്നു. അവനെ അവർ ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു, നിരസിച്ചു. എന്നാൽ ഇന്ന് രാജാവും പുരോഹിതന്മാരും നേതാക്കളും ഒരേ ശബ്ദത്തിൽ പറയുന്നു, നീ ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് അപേക്ഷിക്കണമേ. ഇവിടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. നാം ആളുകളുടെ അംഗീകാരം തേടുന്നവരായിരിക്കണമെന്നില്ല, പക്ഷേ ദൈവസന്നിധിയിൽ നിലകൊള്ളുന്നവരായിരിക്കണം. ഇന്നലെ വരെ അവഗണിക്കപ്പെട്ടവൻ ഇന്ന് ആ ദേശത്തിന്റെ ഏറ്റവും ആവശ്യമുള്ള വ്യക്തിയായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട്? അവൻ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്നവൻ ആയതിനാൽ. പ്രിയരെ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണോ? അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ തുടരുന്നവരാണോ? പ്രാർത്ഥനയിൽ നിലകൊള്ളുന്നവന്റെ അടുക്കിലേക്ക് ഒരു നാൾ രാജാക്കന്മാർ വരും, പുരോഹിതന്മാർ വരും. നമ്മെ ഉപദ്രവിച്ചവർ പോലും കടന്നു വരുവാൻ ഇടയായിട്ട് തീരും, ഒരു വാക്കിനായി, ഒരു പ്രാർത്ഥനയ്ക്കായി. കാരണം രാജ്യത്തിനും രാജാക്കന്മാർക്കും സഭയ്ക്കും സമൂഹത്തിനും വലിയ കഴിവുള്ളവരെക്കാൾ പ്രാർത്ഥിക്കുന്നവരെയാണ് ഇന്ന് ഏറെ ആവശ്യം. പ്രാർത്ഥിക്കുന്നവന്റെ അതരത്തിലൂടെയാണ് ദൈവം ദൂത് നൽകുന്നതും ദൈവത്തിന്റെ പ്രവൃത്തികൾ സംഭവിക്കുന്നതും ദൈവം വിധി കൽപ്പിക്കുന്നതും. നമ്മെ ആളുകൾ എങ്ങനെ കാണുന്നു എന്നതിലല്ല പ്രധാനപ്പെട്ടത്, ദൈവം നമ്മുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയരെ, ഏതൊരവസ്ഥയിലും, അവഗണനയായാലും, ഒറ്റപ്പെടലായാലും, വേദനയായാലും, നിരാശയായാലും നാം നമ്മുടെ പ്രാർത്ഥന വിട്ടുകളയരുത്. ഇന്നത്തെ അവഗണന നാളത്തെ ദൈവവിളിയായി തീർന്നേക്കാം. ഇന്നത്തെ നിശബ്ദത നാളത്തെ ദൈവദൂതായി തീർന്നേക്കാം. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെയും പ്രാർത്ഥനയുടെ വില ദൈവസന്നിധിയിൽ അതിമഹത്തായതാണ്. ഈ വലിയ വെളിപ്പാടോടും ഈ വലിയ വിശ്വാസത്തോടും ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതൊരവസ്ഥയിലും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യരുടെ അംഗീകാരത്തെക്കാൾ നിന്റെ സന്നിധി നിലകൊള്ളുന്നവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആദരങ്ങൾ നിന്റെ ഏറ്റവും മഹത്തായ ദൂതുകൾ പ്രസ്താവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആദരങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.